നമസ്കാരം. ഇസ്രായേലിനും അമേരിക്കയ്ക്കും പറ്റിയ പറ്റ് അല്ലെങ്കിൽ അവർക്ക് പറ്റിയ അബദ്ധം അധികം സംസാരിക്കപ്പെടുന്നില്ല. സത്യത്തിൽ ഇറാന്റെ ശക്തി എത്രത്തോളമുണ്ട്, പ്രതിരോധ രംഗത്ത് അവർ എത്രത്തോളം ടെക്നോളജി ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ അവർ എത്രത്തോളം വളർന്നിട്ടുണ്ട് എന്നതിനെ കുറിച്ച് അമേരിക്കയ്ക്കും ഇസ്രായേലിനും ഒരു ചുക്കും അറിയില്ലായിരുന്നു എന്നതാണ് ഇറാനോട് ഏറ്റുമുട്ടാനുണ്ടായ പ്രധാന ഒരു ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നത്, ഒരവസ്ഥ. അതായത് ഇറാഖിനെ പോലെ അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളെ പോലെ ഒരു അപരിഷ്കൃത ഒരു കാട്ടറബികളുടെ ഒരു ഒരു രാജ്യം, അവർക്കൊന്നും എവിടെയും എത്താൻ കഴിഞ്ഞിട്ടില്ല. അവർ ടെക്നിക്കലി അവരൊന്നുമല്ല എന്ന് കരുതി. പക്ഷേ ഇസ്രായേലിനേക്കാളും അമേരിക്കയെക്കാളും എവിടെയൊക്കെയോ അവർ എത്തിച്ചേർന്നിരിക്കുന്നു എന്നാണ് ഈ സമീപകാലത്തെ, അതായത് ഈ അടുത്ത ദിവസങ്ങളുടെ ഇറാന്റെ പെരുമാറ്റം കാണുമ്പോൾ മനസ്സിലാകുന്നത്. അതായത് അവരുടെ പക്കൽ ശക്തമായ, കൃത്യമായി ലക്ഷ്യം കാണുന്ന ആയുധങ്ങളുണ്ട്. ആ ആയുധങ്ങൾ പക്ഷേ ലോകത്തിന് തന്നെ വിനാശകാരി ആയതുകൊണ്ട് അവർ വളരെ സൂക്ഷിച്ചു മാത്രമാണ് കൈകാര്യം ചെയ്തത്. നോക്കൂ, ഇറാൻ ഇസ്രായേലിലേക്ക് തൊടുത്തുവിട്ടിട്ടുള്ള ആയുധം, അല്ലെങ്കിൽ അമേരിക്കന്റെ സൈനിക താവളങ്ങളിലേക്ക് കൊടുത്തിട്ടുള്ള ആയുധങ്ങൾ, ഇതൊക്കെ വളരെ കരുതലോടെ അയച്ചിട്ടുള്ളതാണ്. പരമാവധി ഒരു ക്ലസ്റ്റർ ബോംബുകൾ അത് മാത്രമാണ് കൊടുത്തിട്ടുള്ളത്, ഏറ്റവും വലുത്. പക്ഷെ അതൊന്നുമല്ല ഇറാന്റെ പക്കൽ എന്നാണ് തെളിയുന്നത്. ഇപ്പൊ കഴിഞ്ഞ ദിവസം വെടിനിർത്തൽ പ്രഖ്യാപിച്ചു. ട്രംപ് അങ്ങനെ ഇടയ്ക്കൊക്കെ വെടിനിർത്തൽ പ്രഖ്യാപിക്കും, പിന്നീട് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറയും, പിന്നെ അടുത്ത നിമിഷം വീണ്ടും അത് മാറ്റി പറയും. ഇങ്ങനെ കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ പറ്റാത്ത ഒരാളായി നിലകൊള്ളുന്ന ട്രംപ് കഴിഞ്ഞ ദിവസം ഒരു വികൃതി കാണിച്ചു. ഇറാനോട് ഇങ്ങനെയൊക്കെ പറഞ്ഞു എന്നുണ്ടെങ്കിലും ഇറാന്റെ അന്തരീക്ഷത്തിലൂടെ, അവന്റെ ആകാശത്തൂടെ അവരുടെ അത്യന്താധുനിക ഡ്രോണായിട്ടുള്ള MQ-4C ടൈറ്റൻ അങ്ങോട്ട് പറത്തി വിട്ടു. പറയുന്നത് എവിടേക്ക് പോയതാണ്, ഇറ്റലിയിൽ കൊണ്ട് പാർക്ക് ചെയ്യാൻ പോയതാണ് എന്നൊക്കെയാണ് പറയുന്നത്. ഇവർ ഇറാന്റെ ആകാശത്തു കൂടി പറന്ന് ഇറാന്റെ രഹസ്യങ്ങൾ ചോർത്താൻ വേണ്ടി അതീവ രഹസ്യമായി കൈകാര്യം ചെയ്തിരുന്ന ഡ്രോണാണ്. 1856 കോടി രൂപ വിലയുള്ള, $200 മില്യൺ വരെ വിലയുള്ള ഡ്രോണാണത്. അതിനെ പുഷ്പം പോലെ ഇറാൻ തള്ളിയിട്ടു. ഇറാൻ തകർത്ത് കളഞ്ഞു. ഇത് ഇവിടെ മാത്രമല്ല, ഇതിനു മുമ്പും ഇതുപോലെ സമാനമായിട്ട് ഡ്രോണുകളെ ഇറാൻ തകർത്തു. മറ്റ് ചിലത് അടിയന്തരമായി ലാൻഡിങ് നടത്തേണ്ടി വന്നു. അതിനുശേഷം അതിനെക്കുറിച്ച് ഒരു അഡ്രസ്സുമില്ല. അതായത് ഈ കഴിഞ്ഞ 10-38 ദിവസത്തിനുള്ളിൽ അമേരിക്കയ്ക്കുണ്ടായ സൈനിക നഷ്ടം, പട്ടാളക്കാരുടെ കാര്യത്തിലായാലും അവരുടെ ആയുധത്തിന്റെയും വിമാനത്തിന്റെയും കാര്യത്തിലായാലും, ഇപ്പോൾ 2 കപ്പലുകൾ, ജെറാൾഡും അതുപോലെ എബ്രഹാം ലിങ്കണും, രണ്ടും തകർന്നുപോയി. അത് രണ്ടും ഇപ്പോൾ അറ്റകുറ്റപ്പണിയിലാണ്. അമേരിക്ക എന്തൊക്കെ പറഞ്ഞാലും അത് രണ്ടും ഇല്ല. അതിപ്പോ രണ്ടും ഷെഡ് കയറ്റിയിട്ടേക്കാം, പണി നടക്കുകയാണ്. ഇനി ഒരു 1-2 വർഷം കഴിയാതെ ഇതിന്റെ രണ്ടിനെ കുറിച്ചുള്ള വാർത്ത വരുമെന്ന് നിങ്ങൾ ചിന്തിക്കണ്ട. അത്രത്തോളം അടി കൊടുത്തിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, ഈ ഇറാനെ അവർ വില കുറച്ച് കണ്ടു. എന്തൊക്കെയോ ചില പരീക്ഷണ പറക്കലും മറ്റു കാര്യങ്ങളും ഒക്കെ നടത്തിയ ശേഷം, നിരീക്ഷണങ്ങൾ നടത്തിയ ശേഷം ഇറ്റലിയിലെ അവരുടെ താവളത്തിലേക്ക് മടങ്ങുന്ന വഴി ഇറാൻ അനാവശ്യമായി വെടിവെച്ചിട്ടു എന്നാണ് അമേരിക്ക പറയുന്നത്. പക്ഷെ ഇറാന്റെ സൈനിക അതിർത്തിയിൽ, അവരുടെ ആകാശ അതിർത്തിയിൽ കടന്നു കഴിഞ്ഞാൽ, അവരുടെ അനുമതി ഇല്ലാതെ കടന്നു കഴിഞ്ഞാൽ അവർ വെടിവെച്ചിടുമെന്ന് നേരത്തെ പറഞ്ഞത്. ഇറാൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ സമീപ സമയത്താണ് നമുക്ക് മനസ്സിലാകുന്നത്, ചെയ്യുന്നതേ പറയൂ, പറയുന്നത് ചെയ്യൂ. അതാണ് അവരുടെ നിലപാട്. അതാണിപ്പോ ട്രംപിനെ പേടിപ്പിക്കുന്നത്. ചൊടിപ്പിക്കുന്നതല്ല, പേടിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ വെടിനിർത്തലിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴത്തെ അവസ്ഥയിൽ തന്നെ അറിയാം, ഇറാന്റെ ആവശ്യം പശ്ചിമേഷ്യയിലുള്ള സകല അമേരിക്കൻ താവളങ്ങളും എടുത്തു മാറ്റണമെന്നാണ്. അവിടെ ആവശ്യമില്ല, മേഖലയിൽ സമാധാനം സൃഷ്ടിക്കാൻ അമേരിക്കയ്ക്ക് കഴിയില്ല. ആ നിലയ്ക്ക് പിന്നെ അമേരിക്ക ഒരു ബാധ്യതയായി എന്തിനാണ് പശ്ചിമേഷ്യയിൽ നിൽക്കുന്നത്? അതിന്റെ ആവശ്യമില്ല. അപ്പോൾ ആ കരാറ് തന്നെ അംഗീകരിച്ചുകൊണ്ട് യുദ്ധം നിർത്തേണ്ട ഒരു സാഹചര്യത്തിൽ ഇറാന്റെ സൈനിക ശക്തി അതിന് കാര്യമായി ഉണ്ട്, അല്ലെങ്കിൽ നമ്മളത് മനസ്സിലാക്കിയിട്ടില്ല, നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ മേലെയാണ് എന്ന് അമേരിക്ക, ട്രംപ് മനസ്സിലാക്കി തുടങ്ങി എന്ന് വേണം കരുതാൻ. ഇസ്രായേലിന് അത് പക്ഷേ ഇപ്പോഴും ഉൾക്കൊള്ളാൻ അങ്ങോട്ട് കഴിഞ്ഞിട്ടില്ല. ഇലക്ട്രോണിക് വാർഫെയറിലും അതുപോലെ പ്രതിരോധ സാങ്കേതിക വിദ്യയിലുമൊക്കെ ഇറാൻ അമേരിക്കയ്ക്കൊപ്പം, അതല്ലെങ്കിൽ അമേരിക്കയെക്കാളും മേലെ വളർന്നിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നതാണ് നല്ലത് എന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഒരുപക്ഷെ ആലങ്കാരികമായിട്ട് പറയും, അതൊരു തുക്കട രാജ്യമല്ലേ, ഒരു പിണ്ണാക്കും ഇല്ല എന്ന്. എന്ത് ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാലും 12ാമത്തെ ദിവസം മുതൽ ബുദ്ധിപൂർവ്വം കളിക്കുന്നുണ്ട്. ഒരു കൂട്ടർ ശക്തിയോടെ കളിക്കുമ്പോൾ മറ്റുള്ളവർ ബുദ്ധിയോടെ കളിക്കുന്നുണ്ട്. 1000 ചാക്ക് പഞ്ചസാര എന്ന് പറഞ്ഞാൽ അതിന് മധുരം അറിയാൻ കഴിയില്ല. ആ പഞ്ചസാരയിൽ നിന്ന് ഒരു നുള്ള് എടുത്ത് കഴിക്കുമ്പോഴാണ് ആ പഞ്ചസാര മധുരമുള്ളതാണ് എന്ന് നമുക്ക് മനസ്സിലാകുന്നത്.
അതുപോലെ ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും പക്കൽ അത്യന്താധുനിക ആയുധങ്ങളുണ്ട്, അവർക്ക് അതിനുള്ള ടെക്നോളജി ഉണ്ട്, അത് ഉപയോഗിക്കാൻ അറിയാവുന്ന ആൾക്കാരുമുണ്ട്. പക്ഷെ ഇതൊന്നുമില്ല എന്നുണ്ടെങ്കിലും 4 ഓലപ്പടക്കം വെച്ച് ഈ പറഞ്ഞ മുഴുവൻ സംവിധാനങ്ങളെയും നിയന്ത്രിക്കാൻ ഇറാന് കഴിയുന്നുണ്ടെങ്കിൽ ആ ഇറാൻ തന്നെയാണ് ശക്തിമാൻ എന്ന് സമ്മതിച്ചു കൊടുക്കാതെ വേറെ മാർഗമില്ല. ഇപ്പോ വലിയ സംവിധാനങ്ങളുള്ള ഇസ്രായേൽ തകർന്ന തരിപ്പണമാകുന്നതാണ് കണ്ടത്. ഹൈഫയൊക്കെ കത്തി ചാരമാകുന്ന പല വീഡിയോകളും പുറത്തു വന്നിട്ടുണ്ട്. അവരുടെ തന്നെ പ്ലാന്റുകളും മറ്റ് ആണവ കേന്ദ്രങ്ങളും ഒക്കെ ഇറാന്റെ മിസൈലേറ്റ് തകർന്ന് തരിപ്പണമാകുന്നത് മാത്രമല്ല, 1 മാസത്തിലധികമായി ബങ്കറിലാണ് ഇസ്രായേൽ ജനത താമസിക്കുന്നത്. വലിയ പ്രക്ഷോഭമാണ് അവിടെ നടക്കുന്നത്. 2 പ്രക്ഷോഭങ്ങളാണ് ഇവിടെ നമ്മൾ കണ്ടത്. ഒന്ന്, ഇറാനിൽ നടക്കുന്ന വാർ ജയിച്ചതിന്റെ, അതായത് ഇറാൻ ജയിച്ചു എന്നതിന്റെ ആ വിക്ടറി ആഘോഷിക്കുന്നതിന്റെ ഒരു എന്താ പറയാ ജനക്കൂട്ടം. എല്ലാ ജനങ്ങളും, അമേരിക്കയും അതുപോലെ ഇസ്രായേലും പറഞ്ഞിരുന്നത് ഇറാനിയൻ ജനത ആകെ ആയത്തുള്ള ഖമേനിയുടെ കീഴിൽ ആകെ നരകിച്ച് ചാകുകയാണ് എന്ന് പറഞ്ഞിരുന്ന ആ ജനങ്ങളെല്ലാം കൂടി എന്ത് തന്നെ വന്നാലും ഞങ്ങളുണ്ട് കൂടെ എന്ന് ആ രാജ്യത്തിന്റെ ഭരണാധികാരിയോട് കൂറു പുലർത്തി സപ്പോർട്ട് ചെയ്യുന്ന ഒരു വശത്തെ കാഴ്ച. മറുവശത്ത് ജനം തെരുവിലിറങ്ങുന്നത്, ഇസ്രായേലിലെ ജനം തെരുവിലിറങ്ങുന്നത് തങ്ങൾക്ക് ഇനി ബങ്കറിൽ താമസിക്കാൻ വയ്യ എന്ന് പറഞ്ഞിട്ടാണ്. ഇനി ഞങ്ങൾക്ക് വയ്യ, ഞങ്ങൾ മടുത്തു, ഞങ്ങൾ സൂര്യ വെളിച്ചം കണ്ടിട്ട് മടുത്തു, ഇനി ഇങ്ങനെ പോകാൻ നമ്മുടെ ഈ ഭരണാധികാരികൾ ബങ്കറിൽ നിന്ന് ഭരിക്കാൻ ഞങ്ങൾക്ക് ശുദ്ധമായി ശ്വസിക്കണ്ടേ, ഞങ്ങൾക്ക് ജീവിക്കണ്ടേ, ഞങ്ങൾ കുട്ടികൾക്ക് വിദ്യാഭ്യാസം വേണ്ടേ എന്ന് ചോദിക്കുന്നുണ്ട്. ഒരു പ്രയാസവും ഇല്ലാതെ പോയിരുന്ന ഹോർമൂസ് കടലിടുക്ക്, ആർക്കും ഒരു ശല്യവും ഇല്ലാതിരുന്ന ഇറാൻ, ആ ഇറാൻ ലോകത്തിന് വിനാശകാരിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു തീവ്രവാദ രാജ്യവും മറ്റൊരു കച്ചവട രാജ്യവും രണ്ടുപേരും കൂടെ ചേർന്നിട്ട് അങ്ങോട്ട് ഇറങ്ങി. അതായത് ട്രംപും നെതന്യാഹു കൂടെ അങ്ങോട്ട് ഇറങ്ങി, അങ്ങോട്ട് അടി തുടങ്ങി. ഇപ്പോ ലോകത്ത് സമാധാനം ഉണ്ടല്ലോ, എല്ലാവർക്കും സമാധാനമായില്ലേ, നല്ല സമാധാനം കിട്ടുന്നുണ്ട്. എന്നിട്ട് ഇപ്പോഴും ഇറാന്റെ നെഞ്ചത്തേക്ക് കയറുന്നത് കാണപ്പെടുന്ന സങ്കടം തോന്നുന്നത്. ആരാ ഇതുണ്ടാക്കിയത്? നമ്മളൊക്കെ മനസ്സിലാക്കുന്നത്, ആരെങ്കിലും ഒരു തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ ആരാണോ ആ തെറ്റ് ചെയ്യുന്നത് അവരെയാണ് നമ്മൾ കുറ്റം പറയുന്നത്, കാണുന്നത്. അവർക്ക് മേലാണ് നടപടി വേണമെന്ന് പറയുന്നത്, അല്ലാതെ പ്രതിരോധിക്കുന്നവർ മേലല്ല. ഇപ്പൊ ഈ വീഡിയോക്ക് താഴെ എന്നെ തെറി വിളിക്കുന്നവരും അല്ലെങ്കിൽ മറ്റ് വീഡിയോകൾക്ക് താഴെ ഇറാനെ തെറി വിളിക്കുന്നവരും ഇവരെല്ലാവരും മനസ്സിലാക്കേണ്ടത്, അവനവന്റെ വീട്ടിൽ വേറൊരുത്തൻ കയറി നിരങ്ങാനായിട്ട് വന്നു കഴിഞ്ഞാൽ കൈയും കെട്ടി നോക്കി നിന്നായിക്കോട്ടെ, ചെയ്തിട്ട് പോടാ എന്ന് പറയുന്ന എന്നാ ആലോചിക്കേണ്ടത്. അതാരും ചെയ്യില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും ഇറാൻ അവരുടെ കാര്യം നോക്കുന്നു. പക്ഷെ ഒരു കാര്യം ഇറാൻ ചെയ്തു, അതാണ് ഇപ്പൊ എനിക്ക് ഒരു അത്ഭുതം. ഇറാൻ അവരുടെ ശക്തി മുഴുവൻ എടുത്ത് പുറത്തിട്ടില്ല. ഞങ്ങൾ ഇത്രയധികം ശക്തിയുള്ളവരാണ് എന്ന് പറഞ്ഞില്ല, ശക്തി ഇല്ലാത്തവരാണെന്ന് പറഞ്ഞില്ല. ഇറാന്റെ ശക്തി കുറഞ്ഞവരായി കണ്ടത് അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും കുഴപ്പം. ആ കുഴപ്പം കൊണ്ടാണ് അവർ എടുത്തു ചാടിയത്. അതുകൊണ്ട് തന്നെ അവരുടെ നടുവൊടിയുകയും ചെയ്തു. ഇവിടെ ഇറാന്റെ പരമോന്നത നേതാവായ ആയത്തുള്ള അലി ഖൊമേനിയുടെ 2ാമത്തെ മകനായിട്ടുള്ള മുജ്തബ ഖൊമേനി ഇപ്പോൾ അധികാരത്തിന്റെ കയറുമ്പോൾ, നേരത്തെ ആയത്തുള്ള ഖൊമേനി അധികാരത്തിൽ ഇരുന്നതിനേക്കാൾ ചെറിയ മാറ്റമുണ്ട്. ഏറ്റവും വലിയ ക്രൂരനാണ്, ഏറ്റവും വലിയ തീവ്രവാദിയാണ് എന്ന് അമേരിക്കയും ഇസ്രായേലും ഒക്കെ വിശേഷിപ്പിച്ച, അല്ലെങ്കിൽ മുസ്ലിം വിഭാഗങ്ങളോട് ദേഷ്യം വിദ്വേഷമുള്ളവർ വിശേഷിപ്പിച്ച ആയത്തുള്ള ഖമേനി ഇപ്പോ മൃദുവാദിയും മിതവാദിയും ഇപ്പോ മനുഷ്യത്വവാദിയും ഒക്കെ ആയി മാറിയിരിക്കുകയാണ് മരണശേഷം. മുജ്തബ ഖമേനി അവരുടെ രാജ്യത്തിന് ഈ ആയത്തുള്ള അലി ഖമേനി എടുത്തിട്ടുള്ള നിലപാടുകളല്ല എടുക്കുന്നത്. ചോരയ്ക്ക് ചോര, കണ്ണിന് കണ്ണ്, പല്ലിന് പല്ല്, അത് തന്നെയാണ് അവരുടെ ഒരു നിലപാടെന്ന് പറയുന്നത്. അടിച്ചു നിരത്തണമെന്ന് വെച്ചാൽ അടിച്ചു നിരത്തും. പശ്ചിമേഷ്യയിലെ രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങൾ ഇതുണ്ടാക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഇപ്പൊ ഇസ്രായേൽ ഭയപ്പെടുന്നത്, നേരത്തെ ആയത്തുള്ള ഖമേനി ഉണ്ടായിരുന്ന കാലത്ത് ഈ ഹിസ്ബുല്ല, ഹമാസ്, മറ്റേ ഹൂത്തി സമൂഹം ഇവരെയൊക്കെ ഒരു പരിധി വിട്ട് അവരുമായിട്ട് ഇടപാടുകൾ ഉണ്ടായിരുന്നില്ല, അവർ തമ്മിൽ ബന്ധമുണ്ടായിരുന്നെങ്കിലും. അതിലപ്പുറം ഇപ്പൊ ഇസ്രായേൽ ഭയപ്പെടുന്നത് ഹൂത്തികളും ഹമാസും ഹിസ്ബുല്ലയുമായിട്ടും ഒക്കെ മുജ്തബ ഖൊമേനി വളരെ അടുത്ത ബന്ധം ഉണ്ടായിട്ടുണ്ട് എന്നും മാത്രമല്ല അവരെല്ലാവരും ഒന്നാണ് എന്നുള്ള, ഒന്നായിരിക്കുന്ന ഒരവസ്ഥയിൽ, ഒരു യൂണിയനായിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പോയെന്നും അത് തങ്ങൾക്ക് വലിയ അപകടം ഉണ്ടാകും സത്യത്തിൽ ഇസ്രായേൽ ഭയപ്പെടുന്നുണ്ട്. ആ ഭയമാണ് ഇവരുടെ ഐക്യം തങ്ങളുടെ രാജ്യത്തിന് ഭീഷണിയാണ് എന്ന് മനസ്സിലായത് കൊണ്ടാണ് മനസ്സില്ലാ മനസ്സോടെ ഇപ്പോൾ വെടിനിർത്തലിന് സമ്മതിച്ചത്. ആ വെടിനിർത്തലിൽ ഇറാനെ ഒന്ന് കുരുക്കിയിട്ടത്. ഇറാൻ അങ്ങോട്ട് മാറി നിന്ന് കഴിഞ്ഞപ്പോൾ ഉടനെ ലെബനോനെ അടിക്കുന്നു, ബാക്കിയുള്ളവരെ കൊന്നെടുക്കുന്നു, കുരുതി കൊടുക്കുന്നു. പിന്നെ അതായത് കരാറിൽ അതൊന്നും ബാധകമല്ല എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. പിന്നെ ഇറാൻ കയറി ആക്രമിക്കുക മറ്റു ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇറാനാണ് കരാർ ലംഘനം നടത്തിയതെന്ന് പറയുകയും ചെയ്യാം. അവിടെ കുറുക്കനായിട്ടുള്ള ആനക്കള്ളനായിട്ടുള്ള ട്രംപ്
ആദ്യമൊക്കെ ആ കരാർ അങ്ങനെ തന്നെ അംഗീകരിച്ചെന്നുണ്ടെങ്കിൽ പിന്നീട് ഇസ്രായേലിന്റെ പക്ഷം ചേർന്ന് സംസാരിക്കുന്നത് നമ്മൾ കണ്ടു. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, ഇനി അയത്തുള്ള ഖമേനി ഉണ്ടായിരുന്ന കാലത്ത് നയതന്ത്ര ചർച്ചകൾ ഇറാനുമായി സൗഹൃദത്തിൽ പോകാനും ഇറാന്റെ മേലുള്ള ഉപരോധം നീക്കാനും വേണ്ടിയിട്ട് നയതന്ത്ര ചർച്ചകളാണ് കൂടുതൽ നടത്തിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അതിനാണ് പ്രയോറിറ്റി കൊടുത്തിരുന്നതെങ്കിൽ, ഇനി ആയത്തുള്ള അലി ഖമേനിയുടെ മകൻ മുജ്തബ ഖമേനി ഇപ്പോ പ്രാധാന്യം കൊടുക്കുന്നത് അവരുടെ സൈനികമായിട്ടുള്ള കരുത്ത് പ്രകടിപ്പിക്കുന്നതിലേക്കാണ് എന്നാണ് ഇപ്പോ കഴിഞ്ഞ ഏതാനും ദിവസത്തെ ഇറാന്റെ പ്രകടനങ്ങൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. ഭരണകൂടം ശ്രദ്ധിക്കുന്നത് ഇനിയും ഇറാനെ ഇങ്ങനെ പാത്തു വെച്ചിരുന്നിട്ട് കാര്യമൊന്നുമില്ല. അമേരിക്കയും ഇസ്രായേലും തങ്ങളുടെ സൈനിക ശക്തി ഇന്നതാണ് എന്ന് ലോകത്തിന് കാണിച്ചതുകൊണ്ടാണ് അവരുടെ മുന്നിൽ മുട്ടുവറച്ചുകൊണ്ട് മറ്റു രാജ്യങ്ങൾ നിൽക്കുന്നത്. പക്ഷെ അവിടെ ഒരു വ്യത്യാസമുള്ളത്, ഈ ഇസ്രായേലും അമേരിക്കയും മറ്റുള്ളവരെ സമ്പത്ത് തട്ടിയെടുക്കാനും കൊള്ളയടിക്കാനും ആ രാജ്യത്തെ അസ്ഥിരപ്പെടുത്താനും വേണ്ടി അധാർമികമായിട്ടാണ് ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇറാൻ അങ്ങനെ ഇടപെടുകയുമില്ല എന്നതാണ് അവരുടെ നിലപാട്. അതുകൊണ്ട് തന്നെ അവർക്ക് ആയുധങ്ങളുണ്ട്, അവരുടെ സൈനിക ശക്തി വലുതാണ് എന്ന് തെളിഞ്ഞു കഴിയുമ്പോഴേക്കും അവർ ലോകത്തിന്റെ ഭീഷണിയാകും എന്ന് കരുതുന്നില്ല. പക്ഷെ മിഡിൽ ഈസ്റ്റിലെ അമേരിക്കൻ താവളങ്ങളെ മുഴുവൻ അവിടെ നിന്ന് ഒഴിപ്പിക്കേണ്ടത് ആവശ്യമാണ്. ആ രാജ്യങ്ങൾക്ക്, മിഡിൽ ഈസ്റ്റിലെ രാജ്യങ്ങൾക്ക് അതൊട്ടും സുരക്ഷിതമല്ല എന്ന് ഇതിനോടകം തെളിഞ്ഞിട്ടുണ്ട്. അത് ഇറാൻ ആവശ്യപ്പെടുന്നുണ്ട്. ഏതായാലും ഇറാന്റെ സൈനിക ശേഷി ഇനി വില കുറച്ച് കാണുന്നത് അത്ര ആയിരിക്കില്ല. ഏതായാലും ഇറാന്റെ സൈനിക ശേഷിക്ക് അല്ലെങ്കിൽ അവരുടെ ടെക്നോളജി വളർന്നു എന്നുള്ള കാര്യം അത്ര വില കുറച്ച് കാണുന്നത് അമേരിക്കയ്ക്കും ഇസ്രായേലിനും, അല്ലെങ്കിൽ ഇറാൻ തകർന്നു കാണണമെന്ന് ആഗ്രഹിക്കുന്ന മറ്റുള്ളവർക്കും അത്ര സുഖമായിരിക്കില്ല എന്നാണ് ഇപ്പോൾ ഇറാന്റെ ഭാഗത്തു നിന്നുള്ള ഇടപെടലുകൾ കാണുമ്പോൾ മനസ്സിലാകുന്നത്. അല്ലെങ്കിൽ മറ്റൊരു രാജ്യത്തിനും സാധിക്കാത്ത, ഇതിനേക്കാൾ വലിയ ടെക്നോളജി ഉള്ള രാജ്യങ്ങളുടെ മേലെ അമേരിക്കയുടെ ഈ ചാര ഡ്രോണുകളും വിമാനങ്ങളും പറക്കുന്നുണ്ട്. പക്ഷെ അതിനെയൊക്കെ റഡാറിന്റെ കണ്ണിൽപ്പെടാതെ പറന്നുകൊണ്ടിരിക്കുന്ന ഈ വിമാനങ്ങളെയും ഡ്രോണുകളെയും ഇറാന്റെ അതിനൂതനമായ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിട്ട് തകർക്കാൻ അവർക്ക് കഴിയുന്നുണ്ടെങ്കിൽ അമേരിക്കയുടെയും ഇസ്രായേലിനും ഒക്കെ സാങ്കേതിക മികവിനേക്കാൾ ഒരുപാട് മേലെ അവർ എത്തിച്ചേർന്നിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നതാണ് നല്ലത്. പക്ഷെ അധാർമികമായി അതെടുത്ത് ഉപയോഗിക്കില്ല എന്നുള്ള ഒരു ആശ്വാസം അപ്പോഴും ഉണ്ട് എന്നതാണ് മറ്റുള്ളവർക്ക്, പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റിലെ രാജ്യങ്ങൾക്ക് ആശ്വസിക്കാൻ കഴിയുന്നത്. പക്ഷെ അവർ അത് എത്ര കണ്ട് വിശ്വസിക്കും എന്ന് അറിയില്ല. 1856 കോടി രൂപയുടെ നഷ്ടം വരുത്തിക്കൊണ്ട്, അതിലേറെ അമേരിക്കയുടെ അഭിമാനം നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഹോർമൂസ് കടലിൽ പതിക്കുമ്പോൾ ഇറാൻ ഒന്ന് ചിരിക്കും, നട്ടലുയർത്തി നിന്ന് നിൽക്കും. ലോകത്തെ ഏറ്റവും വലിയ സൈനിക ശക്തിയുടെ ആത്മാഭിമാനമാണ് വാഴപ്പിണ്ടി പോലെ തങ്ങൾ വെട്ടിയിട്ടത് എന്നതിനെ കുറിച്ച് ആലോചിച്ചു. Different angles. Don't forget to subscribe and support this channel.